അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 189 വചനമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അത്തൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബി വലഹും അദാബുൻ അലീം. ലാ തഹ്സബന്ന, നീ വിചാരിക്കേണ്ട, നീ കരുതേണ്ട. അല്ലദീന യഫ്റഹൂന, അല്ലദീന ഒരു വിഭാഗം ആളുകൾ, യഫ്റഹൂന അവർ സന്തോഷിക്കുകയാണ്. സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകളെപ്പറ്റി നീ വിചാരിക്കരുത്. അവരെങ്ങനെയാണ് സന്തോഷിക്കുന്നത്? ബിമാ അത്തൗ, തങ്ങൾ ചെയ്തതിൽ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവർ സന്തുഷ്ടരാണ്. അങ്ങനെ അവർ സന്തോഷിക്കുകയാണ്. അവരെപ്പറ്റി നീ കരുതരുത്. വയുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രവർത്തിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അൻ യുഹ്മദൂ, അവർ പ്രശംസിക്കപ്പെട്ടാൽ, ബിമാ ലം യഫ്അലൂ, അവർ ചെയ്തിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച്, അവർ ചെയ്തിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് അവർ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരൊരു കാര്യം ചെയ്തില്ല, പക്ഷേ അവരാണ് എല്ലാം ചെയ്തതെന്ന് മറ്റുള്ളവർ പറയണം. ഇപ്പം ഉദാഹരണമായി പറഞ്ഞാൽ, സമുദായത്തിൽ ഒരുപാട് ആളുകൾ പല വിഭാഗങ്ങളായിട്ട് ചേരിതിരിഞ്ഞ് പല പ്രസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സാധുക്കളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പണക്കാരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചൊക്കെ ആയിരിക്കും അവർ അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവർ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അവരൊന്നും ചെയ്തിട്ടില്ല, അവരവരുടെ കയ്യിലുള്ളത് അമ്മിക്ക് വെച്ചേക്കുന്നതേ ഉള്ളൂ. മറ്റുള്ളവരാണ് ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് അവർ ഇന്ന സമുദായത്തിലെ ഇന്ന നേതാവ് അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ. അതാണ് പറയുന്നത്, ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന,
സന്തോഷഭരിതരായിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെപ്പറ്റി നീ കരുതണ്ട. ബിമാത്തവും അവർ ചെയ്തതിൽ അവർ സന്തുഷ്ടരാണ്. യുഹിബ്ബൂന യുഹമ്മദു അതുപോലെ അവർ പ്രശംസിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ബിമാലം യഫ്അലു അവർ ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിൽ അവർ പ്രശംസിക്കപ്പെടണമെന്നാണ്. അത്തരത്തിലുള്ള ആളുകളുണ്ട്. ഫലാ തഹ്സബന്നഹും നീ നിശ്ചയമായും അവരെപ്പറ്റി കരുതരുത്. ബിമഫാസത്തിൻ അവരങ്ങ് ജയിച്ചു പോകുമെന്ന്, അവർ വിജയിക്കുമെന്ന്, അവർ രക്ഷയിലാണ് എന്ന് നീ കരുതണ്ട. മിനൽ അദാബ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് എന്ന് കരുതണ്ട. വലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇത് ഡോണ്ട് തിങ്ക് ദാറ്റ് ദോസ് ഹൂ റിജോയ്സ് സന്തോഷിക്കുന്നവരെ സംബന്ധിച്ച് നീ കരുതരുത് കേട്ടോ. ദാറ്റ് വിച്ച് ദേ ഹാവ് ഡൺ അവർ ചെയ്ത കാര്യത്തിൽ അവരങ്ങനെ സംതൃപ്തരായിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവർ സന്തോഷഭരിതരായിരിക്കുകയാണ്. ആൻഡ് ലവ് ടു ബി പ്രൈസ്ഡ് അവർ പുകഴ്ത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഫോർ വാട്ട് ദേ ഹാവ് നോട്ട് ഡൺ അവർ ചെയ്തിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച്. അതൊക്കെ നല്ല ജമാഅത്ത് ഇസ്ലാമിലെ ആളുകളാണ് കേട്ടോ. അവരൊക്കെ വളരെ നല്ല ആളുകളാണ് എന്ന് പറയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യാത്ത കാര്യത്തിൽ അവർക്ക് ആദരവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ ആർ സെക്യൂർ ഫ്രം പണിഷ്മെൻറ്റ് ശിക്ഷയിൽ നിന്ന് അവർ ഇളവ് ചെയ്യപ്പെട്ടവരാണ്, മോചിതരാണ്. ശിക്ഷയില്ലാതെ അവർക്കങ്ങ് രക്ഷപ്പെടാം എന്ന് കരുതണ്ട. ദേ ഷാൽ സഫർ ഇൻഡീഡ് എ ഗ്രീവിയസ് ചാസ്റ്റിസ്മെൻറ്റ് തീർച്ചയായിട്ടും അവർക്ക് വേദനാജനകമായ വലഹും അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ദ കോമൺ പീപ്പിൾ ഈ സാധാരണ ആളുകൾ അൺഅവെയർ ഓഫ് ദ ഫാൾട്ട്സ് ഓഫ് ദെയർ സോ കാൾഡ് സ്കോളേഴ്സ് ഈ പണ്ഡിതന്മാർ ചെയ്യുന്ന നടപടികളെ കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പിഞ്ഞാണത്തിനകത്ത് ഓതുക, ഊതി ഇച്ചിരി വെള്ളം അതിലൊഴിക്കുക, അല്ലെ മഷി കൊണ്ടെഴുതുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം അത് ചെയ്യുകയും ചെയ്യിക്കുകയും അത് കുടിക്കുകയും എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന നിത്യവൃത്തിക്ക് കാശില്ലാത്ത ആ കാശ് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ആ ആളുകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ദ കോമൺ പീപ്പിൾ ആ സാധാരണ ആളുകൾ അൺഅവെയർ ഓഫ് ദ ഫാൾട്ട്സ് ഓഫ് ദെയർ സോ കാൾഡ് സ്കോളേഴ്സ് ഈ പണ്ഡിതന്മാരുടെ തെറ്റുകളെക്കുറിച്ച് അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. ആർ ലൈക്ലി ടു പ്രൈസ് ദം അങ്ങനെ ഈ പാവങ്ങൾ അവരെ പോഴ്ത്തി പറയും, അയ്യോ വലിയ ഉസ്താദാണ്, തീപ്പൊരി ഉസ്താദാണ്. ഫോർ എ വർക്ക് വിച്ച് ദേ ഡു നോട്ട് മെരിറ്റ് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു മഹിമയും ഉള്ളവരല്ല, ഒരു മഹത്വപരമായ ഒരു കാര്യവും ചെയ്യാത്ത അവരെ പ്രശംസിക്കപ്പെടുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ദീസ് ഇഗ്നറൻറ്റ് ഫ്രം എമംഗ് മെൻ ഈ അറിവില്ലാത്ത ആളുകൾ നൗ എ ഡേയ്സ് ഇപ്പോൾ ഡെസ്പൈറ്റ് ബീയിങ് നോളജബിൾ ഈ ആളുകൾക്ക് മറ്റവർക്ക് ഇത് അറിവുണ്ടെങ്കിലും യെറ്റ് ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ട്രൂ ഇൻസൈറ്റ് ടു റെക്കഗ്നൈസ് ട്രൂത്ത് ആൻഡ് ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ ഇൻ്റലക്ച്വലി ട്രെയിൻഡ് they most of them fail to recognize messenger of ഇത്തരത്തിലുള്ള ആളുകൾ യഥാർത്ഥമായ വഴി കാണിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദൂതനാഗതരാകുമ്പോൾ അവരെ തള്ളിപ്പറയുകയും അവരെ നിരസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ വിവിധ വിഭാഗങ്ങളായി പിരിഞ്ഞു പോയ ആളുകൾ അവരവരുടെ പണ്ഡിതന്മാർ അതാതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവിടെ ഇരുന്ന് ഈ സാധുക്കളായ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആളുകൾ ഇത്തരത്തിൽ അള്ളാഹുവിൽ നിന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വരുന്ന ആളിനെ അവർ തിരിച്ചറിയില്ല, അംഗീകരിക്കത്തില്ല. അവരിലേക്ക് വെൻ ഹി കംസ് എമംഗ് ദം ദ മോഡേൺ ഹൈ പ്രീറ്റ്സ് ഓഫ് ടുഡേ ഈ കാലഘട്ടത്തിലെ ഉന്നതരായ പുരോഹിത വർഗം
ഡെസ്പൈറ്റ് നോയിങ് ഇൻ ദെയർ ഹാർട്ട് ഓഫ് ഹാർട്ട്സ്, അവരുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഹൃദയത്തിൽ അവർക്കറിയാം ഇത് ശരിയാണ്. ഓഫ് ദ ട്രൂത്ത്സ്, സത്യം എന്താണെന്ന് അവർക്കറിയാം. യെറ്റ് ദേ കണ്ണിങ്ലി, എന്നാൽ അവർ സൂത്രത്തിൽ ഹൈഡ് ഇറ്റ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്, അവരുടെ തന്നെ നേട്ടത്തിന് വേണ്ടി അവരത് മറച്ചു വയ്ക്കുകയാണ്. ഇത് ശരിയല്ല എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം, പക്ഷേ അവരത് മറച്ചു വയ്ക്കുകയാണ്. സോ ദാറ്റ് ദേ മേ പ്രസൻറ്റ് ദെയർ ഇഡൽ ആസ് ദ മീൻസ് ലീഡിങ് മാൻ ടു ഗോഡ്. അങ്ങനെ ഈ മനുഷ്യരെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം അവർ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ രക്ഷപ്പെടും എന്ന് കരുതണ്ട. ഈ തെറ്റായ വഴികളിലൂടെ ഈ സഞ്ചരിക്കുന്നവർ, ദേ ലവ് ഇറ്റ് വെൻ ദ പീപ്പിൾ തിങ്കിങ് ദാറ്റ് ദേ ആർ ഡൂയിങ് ഗ്രേറ്റ് വർക്ക് ഫോർ ഇസ്ലാം. ഇസ്ലാമിന് വേണ്ടി അവർ വളരെ വലിയ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് ഈ സാധുക്കൾ കരുതുന്നു. പ്രൈസ് ദം എ ലോട്ട്, അങ്ങനെ അവരെ പുകഴ്ത്തി പറയുന്നു. ആൻഡ് ഓണർ ദം, അവരെ വളരെ മഹത്വപ്പെടുത്തുന്നു. വിത്ത് ആൻ ഓണർ വിച്ച് ദേ ഡു നോട്ട് മെരിറ്റ് അറ്റ് ആൾ, അവർ യഥാർത്ഥത്തിൽ അവർ അതിന് അർഹരല്ല. അത്തരത്തിലുള്ള ആളുകളെ ഇന്ന് പുകഴ്ത്തി പാടലാണ് ഇന്നത്തെ സമ്മേളനങ്ങളും യോഗങ്ങളും ഒക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ചാടിക്കയറുന്നതും സമ്പാദിക്കുന്ന ധനത്തിൽ വളരെയധികം കൊണ്ട് ആ നിലയിൽ ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിന്ന് കാണുന്നു. ഇന്നിപ്പോൾ ആരാധനാലയങ്ങളിൽ ഉള്ള യഥാർത്ഥമായ ആളുകൾ നമുക്കറിയാം. കേരളത്തിലെ ശബരിമല പോലുള്ള സ്ഥാപനങ്ങളിലും മറ്റ് എല്ലാ മതവിഭാഗങ്ങളുടെയും സ്ഥാപനങ്ങളിൽ ഉള്ള സ്ഥാപന മേധാവികൾ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചൂഷണ പ്രക്രിയയാണ്. അവർക്കറിയാം അവിടെ ദൈവവും അതിൻ്റെ ഇതൊന്നും ഇല്ല എന്നും ഇതൊക്കെ തെറ്റായ ഇതാണെന്നും അവർക്കറിയാം. എന്നാൽ ഈ ആളുകളെ ചൂഷണം ചെയ്യാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഈ ആളുകളൊട്ട് നന്നാകത്തതുമില്ല. ദേ തിങ്ക് ദാറ്റ് ദേ ആർ സെക്യൂർ ഫ്രം ദ റാപ്സ് ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് അല്ലാഹ്. അവർ വിചാരിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടും, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുമെന്ന്. ബട്ട് വെരിലി, എന്നാൽ തീർച്ചയായും അള്ളാഹ് കൺഫേംസ്, അള്ളാഹു തആല ഉറപ്പിച്ച് പറയുന്നു ഇൻ ദിസ് വേഴ്സ്, ഈ വചനത്തിൽ, ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സോ, അത് അങ്ങനല്ല, അങ്ങനെ അവരെ അങ്ങനെ വിടുമെന്ന് വിചാരിക്കേണ്ട. ദെയർ കോൺസിക്വൻസസ് ഫോർ ദ ഈവിൾ, അവർ ചെയ്യുന്ന ഈ തെറ്റായ നടപടിയുടെ അനന്തരഫലങ്ങൾ, ഈവിൾ ദെയർ ഹാൻഡ്സ് റോട്ട്, അവരുടെ കരങ്ങൾ ഉണ്ടാക്കിയ, ഫോർവേഡ് ഷാൽ ബി എ ചാസ്റ്റൈസ്മെൻറ്റ് വിച്ച് ഈക്വൽസ് വിത്ത് ഈവിൾസ് ദേ നോയിങ്ലി പ്രൊമോട്ടഡ്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ തെറ്റുകൾക്ക് അതിനർഹമായ ശിക്ഷ അല്ലാഹു തആല കൊടുക്കാതെ വിടില്ല എന്ന് തീർത്തും പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഈ രീതിയിലുള്ള സാമൂഹ്യ ദുരാചാരങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം എന്ന് പറയുന്നത് ആ ഓരോ വ്യക്തിയുടെയും കൂടെയുള്ള, അവൻ്റെ ഉള്ളിലുള്ള, അവന് ചുറ്റുമുള്ള ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. അവൻ പറയുന്നത് കേൾക്കുന്ന, അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുവാൻ പര്യാപ്തമായ ഒരു ജീവിതക്രമം രൂപീകരിച്ച എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആ ദൈവത്തിന് ശുപാർശകരായിട്ട് ആരും വേണ്ട. ആ ദൈവത്തിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ആ ദൈവകൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ഈ സമൂഹത്തിൽ, കുടുംബത്തിൽ ജീവിക്കൂ. എന്നിട്ട് ശാന്തിയോടെ, സമാധാനത്തോടെ, നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി വേണം. അത് ജീവിച്ചിരിക്കുന്ന ഹൃദയത്തിനാണ് ശാന്തി. ഇനി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആത്മാവിന് ശാന്തി വേണം. ഹൃദയശാന്തിയും ആത്മശാന്തിയും ഇഹപരലോക ശാന്തിയാണത്. ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ശാന്തി എന്ന് പറയുന്നത്. ഹൃദയം നമ്മൾ തുടിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് ഇഹലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവാണെങ്കിൽ ഇഹലോകത്ത് നിന്ന് സമ്പാദിക്കുന്ന നല്ല നല്ല സാധനങ്ങളുമായിട്ട് തൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യനായി തീരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കഴിയുന്ന ഒരു ആത്മാവ്. ഇത് രണ്ടും പേറിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ദിനരാത്രങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്ത് അനുസരിച്ചല്ലാത്ത ഒരു സമയവും നമുക്കില്ല എന്നുള്ളതാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള വിശദീകരിക്കുന്ന ഖുത്ബകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ സമയം അവൻ ഉണരുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് മരണത്തിൽ നിന്നും വീണ്ടും ഒരു ജീവിതം തന്ന തമ്പുരാനെ നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉണരുകയും എന്നിട്ട് അവൻ്റെ ദിനരാത്രങ്ങളിൽ അവൻ ഉറങ്ങാൻ പോകുന്നത് വരെയും ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അവിടെയെല്ലാം ദുആ കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടുകാരോട് യാത്ര ചോദിക്കുമ്പോൾ, ജോലിക്കായിട്ട് പോകുമ്പോൾ, ജോലി സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ, അവൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാത്ത നിലയിലുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് 5 നേരം വീണ്ടും വീണ്ടും അവനെ ഉണർത്തിക്കൊണ്ട് അങ്ങനെ നിദ്രയിലേക്ക് പോകുമ്പോഴും ഈ ദിനം പ്രദാനം ചെയ്ത തമ്പുരാനെ, നീ എൻ്റെ പാവങ്ങളെല്ലാം പുറത്തു തന്ന് നീ എന്നെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആരോഗ്യത്തോടെ ആഫിയത്തോടുകൂടി ജീവിപ്പിക്കുകയും എന്നെ നിദ്രയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അവൻ നിദ്രയിലേക്ക് പോവുകയും തിരികെ അവൻ ഉണരുമ്പോൾ വീണ്ടും ഒരു ജീവിതം തന്ന തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു നിമിഷം പോലും അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഏർപ്പാടും ഇസ്ലാമിലില്ല. അങ്ങനെ അള്ളാഹുവും മനുഷ്യനും ആ രീതിയിൽ കണക്റ്റഡാണ്. ബോത്ത് ആർ കണക്റ്റഡ്. അതിന് ഒരു ബന്ധവിച്ഛേദനമില്ല. ആ നിലയിൽ അവനെ സദാ ഓർമ്മിപ്പിക്കുന്ന ഇസ്ലാമിക തത്വങ്ങളാണ് ഇത് ഉള്ളത്. ഈ കാര്യമാണ് നമുക്ക് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, പറയേണ്ടത്. നിസ്കരിക്കണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ അള്ളാഹ് എന്ന് പറയുന്നത് ആരാണ് എന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഈ വിവരങ്ങളാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത്. ഇങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അവൻ കഴിവുറ്റവനാണ്, അവനോട് എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം നൽകുന്നവനാണ്. അങ്ങനെ ആ ദൈവത്തെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ ആളുകൾ ഈ പറയപ്പെടുന്ന ആൾ ദൈവങ്ങളുടെ അടുത്തേക്കും ഇതുപോലുള്ള മക്ബറകളിലേക്കും മറ്റിതര വിഗ്രഹങ്ങളുടെ അടുത്തേക്കും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ച് അവർക്ക് ബോധമില്ലാത്ത, അൺഅവെയർ ഓഫ് ദ ബിലീഫ് ഇൻ ഓൺ ഗോഡ്, ആ ഏകദൈവത്തിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മയാണ് അവരെ ഈ തെറ്റായ കാര്യങ്ങളിലേക്കെല്ലാം നയിക്കുന്നത്. ആ ദൈവം വിചാരിച്ചാൽ നമുക്ക് എത്ര സൗഭാഗ്യത്തോടു കൂടി ഈ ഭൂമുഖത്ത് കഴിയുവാൻ കഴിയും. അതുപോലെ അവനെ വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ എത്ര സമ്പാദ്യം നമ്മൾ വെച്ചാലും ശരി, അതെല്ലാം അവസാനം നമുക്ക് വളരെ വലിയ ദുരന്തമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചെയ്യാത്ത കാര്യത്തിന് പ്രശംസ ഏറ്റുവാങ്ങണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി അവരങ്ങനെ സന്തോഷഭരിതരായി കഴിയുന്നത് കണ്ട് ഇപ്പോൾ ഈ ക്ലാസ്സുകളിലൊന്നും പങ്കെടുക്കാതെ കണ്ട് സുഖലോലുപരായി കിടന്ന് ഉറങ്ങുന്ന എത്രയോ ജമാഅത്ത് ഇസ്ലാമിൽ ഇസ്ലാമിലെ പ്രഗത്ഭരായ ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇഷ്ടപ്പെടുന്നതാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഈ ഉപദേശ ലോകത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അത് കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഇമാമാണ്. ഇവിടെയൊക്കെ നമ്മൾ നല്ല ഊർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്ന ആളുകൾ 2-3 പേരെ കണ്ട അതിനകത്തുണ്ടെന്ന് തോന്നുന്നത്. ഏതായാലും അല്ലാഹു തആല അയെ വിട്ടുകൊണ്ട് നിദ്രയിൽ പോലും പിന്നെ ഉറക്കത്തിൽ പറയുകയും വേണ്ട, എപ്പോഴും അവൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ട്. ആ സാന്നിധ്യമുള്ള ആ ചൈതന്യത്തെ തൃപ്തിപ്പെടുത്തുകയും ആ ചൈതന്യത്തെ തൃപ്തിപ്പെടുത്തുവാൻ പ്രവാചക ചര്യകളിലൂടെ വഴികളിലൂടെ എവിടെയെല്ലാം എപ്പോഴൊക്കെ ബന്ധപ്പെടുന്നു അവരോടൊക്കെ ഏറ്റവും നല്ല നിലയിൽ ഉത്കൃഷ്ടമായ നിലയിൽ ഇടപഴകുവാനും പ്രവർത്തിക്കുവാനുമാണ് ഇന്ന് കൽപ്പിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ നിലച്ചു പോകരുത്. ഇത് തിന്നും കുടിച്ചും ജപിച്ചും ഇരിക്കുന്നത് മാത്രമല്ല, ഈ ശരീരം കൊണ്ട് അധ്വാനിക്കാനാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് പകൽ വേലകളിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രവൃത്തിയായാലും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകണം. അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. നിരന്തരമായ നിലയിലുള്ള സൗഭാഗ്യത്തിലേക്കാണ് മനുഷ്യജന്മം. അത് അനന്തമായി നീളുന്നതുമാണ്. അവൻ്റെ അനന്തമായ സൗഭാഗ്യങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് അവൻ കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തിപ്പെടാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ആണെങ്കിൽ അടുത്ത പുതിയ വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.